ഇതൊക്കെയാണ് ഒരു ആർക്കിടെക്റ്റിൻ്റെ കഴിവ്. നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആ സ്റ്റാച്യു ഓഫ് യൂണിറ്റി, ആ നാടിന് വന്നിരിക്കുന്ന മാറ്റങ്ങൾ അതെങ്ങനെയാണെന്നുള്ളത് അവിടെ ചെന്ന് തന്നെ കാണേണ്ടി വരും. അത്രയ്ക്ക് മാർവലസ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് മാറി ആ പ്രദേശം മുഴുവനും. കൂടാതെ ആ പ്രദേശം മുഴുവനും ആ യാത്രാ സീനുകളൊക്കെ നമ്മൾ അടുത്ത എപ്പിസോഡുകളിൽ ഇറക്കുന്നുണ്ട്. അതായത് ബസ്സിന് വരുന്ന ആ ഒരു ഭാഗങ്ങളൊക്കെ, ഓരോ ഹോട്ടൽസും ഉയർന്നുകൊണ്ടിരിക്കുന്നത് കണ്ടാൽ തന്നെ നമ്മൾ എന്തൊക്കെയാണ് ആ ടൂറിസത്തിന് വേണ്ടി ആ പ്രദേശം സജ്ജമായത് എങ്ങനെയാണ് എന്നുള്ളതെല്ലാം നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. ഈ ഫ്ലോറിലും കുറച്ച് റൂംസും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ അതിന് മുകളിലേക്കുള്ള ഒരു ലാസ്റ്റ് ഫ്ലോറിലേക്ക്, ഏറ്റവും ഹയസ്റ്റ് ഫ്ലോറിലേക്കാണ് കയറുന്നത്. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൂംസ് ആയിട്ടുള്ളതല്ല, റൂംസൊക്കെ വേണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഒരു ഹോള്, ഒരു ചെറിയ പാർട്ടി ഹോളൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ റൂംസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും. ഒരു കോറിഡോർ എത്തുന്നത് നമ്മൾ ആ പാർട്ടി ഹാളിലേക്കാണ് നേരെ ചെന്നെത്തുന്നത്. അവിടെ എത്തുമ്പോൾ നല്ലൊരു കാഴ്ചയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പുറത്തുനിന്നുള്ള വ്യൂസൊക്കെ അവിടെ നിന്ന് കാണാൻ പറ്റും. റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് സൈഡും ആ ഒരു ചെറിയ ടൗൺ ഏരിയ, ടൗൺ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഗ്രാമപ്രദേശമാണ് എങ്കിൽ പോലും ഒരു ഈ റെയിൽവേ സ്റ്റേഷനും പട്ടേലിൻ്റെ പ്രതിമയും എല്ലാം അവിടെ വന്നതുകൊണ്ട് ആ നാടിനുണ്ടായ മാറ്റം ശരിക്കും പറഞ്ഞാൽ വിസിബിൾ ആണ് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ. ഇവിടെയൊക്കെ ചെറിയൊരു പാർട്ടി കാര്യങ്ങളൊക്കെ നടത്താം. ഇതാണ് ആ സ്റ്റേഷൻ്റെ എൻട്രൻസ് വരുന്നത്. അതിൻ്റെ ആ ഗാർഡൻ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തുടങ്ങുന്ന വീഡിയോയിൽ തന്നെ കണ്ടിരുന്നു. പക്ഷേ ഏറ്റവും മേളിൽ നിന്നുള്ള താഴത്തേക്കുള്ള ഒരു വ്യൂവും കൂടി ആ ഒരു അതിമനോഹരമായ നയനസുന്ദരമായ ഒരു കാഴ്ചയാണ് ശരിക്കും. കണ്ട, സാധാരണ നമ്മൾ എയർപോർട്ടിലൊക്കെയാണ് ഇത്രയും ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് കാണുന്നത്. ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് നല്ല ഗ്രീനറി ആയിട്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും നമ്മൾ മിസ് ചെയ്യാതെ കാണേണ്ട ഒരു റെയിൽവേ സ്റ്റേഷനാണിത്. ഒരു നല്ലൊരു അനുഭവമായിരിക്കും. എന്തായാലും ആര് പോയി കഴിഞ്ഞാലും, സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ കാണാനായിട്ട് ആര് പോയി കഴിഞ്ഞാലും ഇതൊരു മിസ് ചെയ്യാൻ പാടില്ലാത്ത റെയിൽവേ സ്റ്റേഷനാണ്. ഒരിക്കലെങ്കിലും നമ്മൾ ഒരു വൺ സൈഡെങ്കിലും അങ്ങോട്ട് യാത്ര ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അടുത്ത തവണ നിങ്ങൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാൻ പോകുമ്പോൾ ട്രെയിനിൽ കയറി നേരിട്ട് ഏകതാ നഗർ സ്റ്റേഷനിൽ ഇറങ്ങുക. ആ ഒരു അനുഭവം നിങ്ങൾ ഒരിക്കലും മറക്കില്ല. ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ അടുത്തൊരു യാത്രാകഥയിൽ വീണ്ടും നമുക്ക് ഒന്നിക്കാം.